രണ്ട് ഡൗട്ടുണ്ട്. ഒന്ന്, മ്യൂസിക് ഇസ്ലാമിൽ ഹറാമായതിന്റെ സാഹചര്യം, യുക്തി. ശരി, ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ലെങ്കിലും ഈ അവസാനത്തിൽ എന്തായാലും ഒന്ന് സ്പർശിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. കാരണം സഹവാസ മര്യാദകളും സൗഹൃദവും പൊതുവായിട്ടുള്ള സാംസ്കാരിക നിയമങ്ങളും നമ്മുടെ ചർച്ചയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടാണ്. പക്ഷേ നമുക്ക് സമയം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് വിഷയങ്ങൾ തന്നെയാണ് നേരത്തെയും കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത് ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഇനിയും നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. MSMനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല, ഓരോ സന്ദർഭത്തിലും നിരന്തരമായി നമുക്കിങ്ങനെ സംശയ നിവാരണം നടത്താനുള്ള അവസരം കിട്ടി ഒരു നല്ല ഒരു ക്ലാരിറ്റിയിൽ തന്നെ ഇസ്ലാമികമായ ഒരു മാർഗത്തിലൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഇതിനകം ലഭിച്ച് അത് അനുഭവിച്ചു വന്ന ആളുകൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടും പ്രയാസത്തോടെ ഈ സമ്മേളനത്തിന് 2 ദിവസം സമ്പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. മ്യൂസിക്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം പ്രത്യേകിച്ചും ഈ സുഷിരവാദ്യങ്ങൾ, സംഗീതോപകരണങ്ങൾ, ഇതുപയോഗിച്ചിട്ടുള്ള ആസ്വാദനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മിസ്മാർ ഷെയ്ത്താൻ, പിശാചിന്റെ താളവാദ്യം എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം തന്നെ ഹദീസുകൾ, സഹീഹ് ബുഖാരി അടക്കം. അതുകൊണ്ട് പിശാചിന്റെ കുഴലൂത്താണ് ശരിക്കും മ്യൂസിക്. അപ്പോൾ നമ്മൾ വിചാരിക്കും മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ടല്ലോ, ഒരാനന്ദമുണ്ടല്ലോ. ചിലപ്പോൾ കള്ളു കുടിച്ചാലും ആനന്ദം ഉണ്ടാവും, വിചാരിച്ചാലും ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. ഇല്ല, അടിസ്ഥാനപരമായ ഒരു നന്മ മ്യൂസിക്കിലുണ്ടോ? ഇല്ല. കള്ളു പോലൊരു ലഹരിയാണ് മ്യൂസിക്കും. രണ്ട് തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായ നന്മ ഇപ്പോൾ ഒരു മ്യൂസിക് ആശ്വാസം പോലെ, ഇപ്പോൾ കോഴിക്കോടൊക്കെ മ്യൂസിക് തെറാപ്പി ഉണ്ട്, രോഗം മാറ്റാനും മറ്റൊക്കെ ഉള്ള. കള്ളുകൊണ്ട് ചികിത്സിക്കുന്ന സംവിധാനങ്ങളും ചിലരൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് പറ്റാത്ത പോലെ കള്ളുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിലക്കിയിട്ടുള്ളതാണ്. അതേപോലെ മ്യൂസിക് എന്ന ഹറാം കൊണ്ട് ചികിത്സയല്ല, പാടില്ല. മ്യൂസിക് നമ്മുടെ മനസ്സിന് ആശ്വാസവും ആനന്ദവും ഒക്കെ പകരുന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഒരു സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ വളരെ അടുത്ത ആൾക്കോ ഒരു ക്ലോസ് ഫ്രണ്ടിനോ ഒരു ഗുരുതരമായ ഒരു അപകടം, ഒരു ആക്സിഡന്റ് ഉണ്ടായി, ICUയിൽ കിടക്കുക. നമ്മൾ ഏറ്റവും പുതിയ ഒരു ആൽബം വാങ്ങി അവിടെ ഈ അടിച്ച് പൊളിച്ച് ആശ്വാസമല്ലേ, മ്യൂസിക്കല്ലേ, മനസ്സിന് സമാനം കിട്ടിട്ട് നമ്മൾ വെക്കുമോ? അല്ലെങ്കിൽ വല്യപ്പം മരിച്ചെടുക്കുക വീട്ടിൽ, മ്യൂസിക് നമുക്ക് നല്ല മനസ്സമാധാനം പകരുന്നിട്ട് ഏറ്റവും പുതിയ ചലച്ചിത്രഗാനം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ഓണാക്കിയിടും ആ അടിച്ച് ചെവിടെ അടയ്ക്കുന്ന സാധനം. അപ്പോൾ അത് നമുക്കറിയാൻ തോന്നിയ അത് ശരിയല്ല. നമുക്ക് മനസ്സിന് ആശ്വാസം, അപ്പം ആശ്വാസമല്ല, ഒരു ലഹരി, ഒരു ഭ്രാന്ത്, അത് ഒരു അസാൻമാർഗികത. പിന്നെ മ്യൂസിക്കിന്റെ കൂടെ പിന്നെ വരുന്ന എന്താ? പിന്നെ താളം, പാട്ട്, കൂത്ത്, പിന്നെ വ്യഭിചാരം, ഇതൊക്കെയല്ലേ കാണുന്നത്. ഇവിടെ റിയാലിറ്റി ഷോകളോട് മാത്രം പോയാൽ മതി തോന്നിയ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ് അത്. ഇനി ഇവിടെ സഹോദരി ചോദിച്ചത് എന്തുകൊണ്ടാണ്, എന്തായിരിക്കും അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, മ്യൂസിക് ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഖുർആൻ നമ്മൾക്ക് തഖ്വ വർദ്ധിപ്പിക്കും, ശരിയായ ദിക്ർ, പടച്ചവനെ കുറിച്ചുള്ള ബോധം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മ്യൂസിക് ശൈത്താൻ്റെതായതുകൊണ്ട് തന്നെ ശൈത്താനും ഖുർആൻ ഒരിക്കലും യോജിച്ചു പോകില്ല. ഈ ഖുർആനിനെയും ഖുർആൻ പഠിക്കുന്നതിനെയും ഖുർആനിന്റെ ഗാംഭീര്യത്തെയും ഒക്കെ എന്താണ് ശരിക്കും എടുത്തു കളയുക എന്നുള്ളതാണ്. ഖുർആനും മ്യൂസിക്കും ഒരുമിച്ച് നിൽക്കൂല. ഖുർആൻ തഖ്വ വളർത്തുമ്പോൾ മ്യൂസിക് കാപ്പട്യമാണ്, നിഫാക്കാണ് വളർത്തുക. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, മ്യൂസിക്കും അനുബന്ധ കാര്യങ്ങളും നരകത്തിലേക്കാണ് കൊണ്ടുപോകുക. എങ്ങനെ നോക്കിയാലും ഖുർആനും പിന്നെ ഈ മ്യൂസിക്കും ഒരുമിച്ച് നിൽക്കുന്ന പ്രശ്നമില്ല. ഖുർആനിൽ 5 ആയത്തുകളുടെയെങ്കിലും വിശദീകരണത്തിൽ ഒന്നാമത്തെ വിശദീകരണം മ്യൂസിക് എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം സൂറത്തുൽ ലുഖ്മാനിലെ വമിനന്നാസി മൻ ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീൽ തുടങ്ങുന്ന ആയത്തിൽ നമുക്ക് കാണാം. തുടക്കത്തിൽ തന്നെയുള്ള 5-ാമത്തെ ആയത്താണ്, 31-ാമത്തെ സൂറത്താണ്. അവിടെ വിനോദ വർത്തമാനം വിലക്ക് വാങ്ങുന്നത്. എന്താണ് ലഹുൽ ഹദീസ്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, അദ്ദേഹം ആ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്ന ആളാണ്. ആ സൂറത്തിനെ കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്ത്? ഇന്ന ലഹുവൽ ഹദീസ് ഇല്ല ഹുവൽ ഗിന. അവിടെ ആ ലഹുവൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മ്യൂസിക്കാണ്. അപ്പോൾ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നത് ഒരു വഴി കേടാണ് എന്ന് പഠിപ്പിക്കുന്നതിൽ മ്യൂസിക്കാണ് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ്. ഇതേപോലെ വേറെയും ധാരാളം ഹദീസുകൾ. അഫ ബിഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. സൂറത്തുൻ നജ്മിൽ നിങ്ങൾ എന്താണ് ഈ വർത്തമാനത്തെക്കുറിച്ച് നിങ്ങൾ വിസ്മയിക്കുകയാണോ? നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? നിങ്ങൾ സമൂദ് എന്നാണ് വാക്ക്. വഅൻതും സാമിദൂൻ, നിങ്ങൾ മ്യൂസിക് ആസ്വദിക്കുകയാണോ? ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിന്റെ സ്ഥാനത്ത് മ്യൂസിക് ആസ്വദിക്കുകയാണെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. സൂറത്തുൻ നജ്ം, മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് മ്യൂസിക്കിനെ തള്ളി? മ്യൂസിക് ഹൃദയത്തിൽ കൊണ്ടുവരുന്നു, അതൊരു ലഹരിയായി കൊണ്ടുവരുന്നു, അതിനെ സ്നേഹിച്ച് അത് കളക്ട് ചെയ്ത് അത് കേട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നഷ്ടമാകുന്നത് ഖുർആനാണ്. ഖുർആൻ ഉണ്ടെങ്കിൽ തന്നെ അതും ഒരു
ഉപരിപ്ലവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഓതി ശീലിക്കണം. ഖുർആനിലൂടെ ആശ്വാസം. ആയത്തുൽ കുർസി ഓതി, സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ഓതി, അതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ ഓതി. ഇതേപോലെ ഖുർആനിന്റെ ഏത് ആയത്തുകളും ഓതിയാലുള്ള മനസ്സമാധാനം, ആശ്വാസം, ഖുർആനിന്റെ താളം, അതിലുള്ള തഖ്വ, അതാണ് നമ്മുടെ ജീവിതത്തിലുടനീളം ഉള്ളത്. അപ്പോൾ മ്യൂസിക്കിന് പകരം എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഖുർആനുണ്ട്. മ്യൂസിക്കും ഖുർആനും ഒരുമിച്ച് നിൽക്കില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാട്ടല്ല, പാട്ടും കവിതയും ഒക്കെ ഇസ്ലാമിലുണ്ട്. അത് അക്ബർ ഹമ്മാക്കരുത്, എന്നാൽ അതിനെ മുഖ്യ പരിഗണനയാക്കരുത്. കവിത പോലും എന്ത് ചെയ്യാൻ പാടില്ല. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കവിതയാണ്, സാഹിത്യമാണ്, ഇതിന് 1-ാം സ്ഥാനം കൊടുക്കരുത്. നമുക്ക് 1-ാം സ്ഥാനം എന്തിനാണ്? ഖുർആനാണ്. പരലോകത്ത് സ്വർഗം കിട്ടണം എന്നല്ല 1-ാം സ്ഥാനം. അതുകൊണ്ട് കവിത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിത ചൊല്ലിയിട്ടുണ്ട്, കവിത ചൊല്ലാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും നിന്ദിച്ചുകൊണ്ട് കവിത എഴുതിയവർക്ക് കവിത കൊണ്ട് തന്നെ തത്തുല്യമായ മറുപടി കൊടുക്കാൻ കവികളെടുത്ത് പ്രവാചകന്റെ കവി എന്ന് ഹസാൻ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ അറിയപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. കവിത വേറെ, അതേപോലെ പാട്ട് വേറെ, അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ മര്യാദ പാലിക്കണം. അശ്ലീലം ഉണ്ടാവാൻ പാടില്ല, പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നാവാൻ പാടില്ല, അതിൽ കളവുകൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ കവിതയും പാട്ടുമാകാം. അതല്ല മ്യൂസിക്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ താളമേളങ്ങളോടെയുള്ള പാട്ടാണ്. അതിൽ ഒരു നന്മയുമില്ല. ചില ആൾക്കാർ പറയും, ഇപ്പൊ എനിക്കറിയാം, ഉമറാബാദ് പഠിച്ചൊരു മൗലവിയാണ്. ഞാൻ മ്യൂസിക്കിനെ പഠിച്ച് ഖുത്തുബ അറിയാം കോട്ടക്കല പള്ളിയിൽ. ഖുത്തുബ കഴിഞ്ഞപ്പോൾ ഉമറാബാദ് പഠിച്ചൊരു മൗലവി ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു മ്യൂസിക് ആൽബം ഉണ്ടാക്കുന്ന ആളാണ്. എന്താ ചെയ്യാ? അദ്ദേഹം അന്ന് അവിടെ പള്ളി വന്നു. അദ്ദേഹം അവിടെ നിന്ന് പരസ്യമായിട്ട് ആ റോട്ടിൽ ഒരു ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നിന്നാണ്ട് ആളുകളൊക്കെ കൂടിയിരിക്കുന്നിടത്ത് വന്നിട്ട് മനുഷ്യൻ, എന്താണ് മൗലവി നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ ചെറുപ്പക്കാരോട് നിങ്ങൾ മ്യൂസിക് പാടില്ലെന്ന് പറയും. നിങ്ങളെ പള്ളിയിൽ കൂടുതൽ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളല്ലേ ഉള്ളത്, നിങ്ങളെ കുത്തുബയാക്കാൻ നാളെ മുതൽ അവർ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ വളരെ ആശ്രയിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കത്തിയിൽ എന്താണ്, നമ്മളൊരാൾ കത്തി കൊണ്ട് ഒരാളെ കുത്തുന്നു, അത് കേടല്ലേ? കത്തി നല്ലതിനെ നമുക്ക് ഉപയോഗിച്ചാൽ അത് നല്ലതല്ലേ? അതൊന്ന് കത്തി ഹറാമെന്ന് പറയാൻ പറ്റുമോ? കത്തിയോടാണ് അദ്ദേഹം എന്തിനും ഉപയോഗിച്ചത്? ഒരിക്കലും ആ ഉപമ തന്നെ ശരിയല്ല. അവിടെ ഉപമയും ഉപമേയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ കാരണം? അതുപോലെയാണോ ഇപ്പൊ കള്ള് നമ്മൾ എടുക്കാം, കള്ളിൽ നല്ലതും ചീത്തയുണ്ടെന്ന് അയാൾ പറയില്ലല്ലോ. കള്ള് ഹറാമാണ്. കള്ള് ഹറാമാക്കിയ കൂട്ടത്തിലാണ്, വ്യഭിചാരം ഹറാമാക്കിയ കൂട്ടത്തിലാണ് എന്ത് ഹറാമാക്കിയിരിക്കുന്നത്? ഇനി ഒരു സമൂഹം വരും, യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീർ, അവർ വ്യഭിചാരവും പട്ടും വൽ മആസിഫ്, പട്ടുവസ്ത്രവും വ്യഭിചാരവും അതേപോലെ തന്നെ സംഗീതോപകരണങ്ങളും അവർ ഹലാലായി കാണുന്ന ഒരു സമൂഹം വരും. ഹലാലായി കാണുന്ന സമൂഹം വരും. അപ്പൊ ഹലാലായി കാണാൻ പാടില്ല എന്നാ മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഇവിടെ നമുക്ക് ഈ ഒരു സംഗീതത്തിന്റെ കാര്യത്തിൽ പൂർവികരുടെ നിലപാട് എന്തായിരുന്നു? സംഗീതം എന്നുള്ളതൊന്നുമല്ല. ഈ സുഷിരവാദ്യങ്ങൾ, താളവാദ്യങ്ങൾ ഉപയോഗിക്കുന്നത് പണ്ടുള്ള കാര്യമാണ്. ഈ വചനങ്ങളൊക്കെ പഠിച്ച്, ഈ ഖുർആൻ ആയത്ത് പഠിച്ച, ഹദീസ് പഠിച്ച ആ ആളുകൾ, സ്വഹാബികൾ, താബികൾ, അവർ സംഗീതത്തോട് സ്വീകരിച്ച നിലപാടെന്താ? ജാബിർ റളിയല്ലാഹു പോലുള്ള സ്വഹാബികൾ, അതേപോലെ തന്നെ വ്യത്യസ്തരായ ലഹാക്ക് റളിയല്ലാഹു അൻഹു പോലെയുള്ള താബികൾ, ഖുർആന്റെ മുഫസ്സിറുകളിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഇവർ സംഗീതത്തെക്കുറിച്ച് ഗൗരവത്തിലുള്ള താക്കീതുകൾ എമ്പാടും നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു വെള്ളം നനച്ചാൽ ചെടി മുളച്ചു വരാൻ അത് സഹായകമാകുന്നത് പോലെ ഒരാളുടെ മനസ്സിൽ നിഫാഖിന്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ വളർത്താൻ സഹായിക്കും സംഗീതം. ഇതാണ് പൂർവികർ. നമ്മുടെ നാണം ഇല്ലാതാക്കും. സംഗീതത്തിന്റെ അടുത്ത ദോഷം എന്താണ്? സംഗീതത്തെ ഉപാസിച്ച് സംഗീതത്തെ ഒരു വലിയ സംഗതിയായി കൊണ്ടുനടക്കുന്ന ആൾക്ക് നാണം ഉണ്ടാവില്ല, ജീവിതത്തിൽ ഉളുപ്പുണ്ടാവില്ല. സംഗീതമായിട്ട് ബന്ധപ്പെട്ട ലോകം നിങ്ങൾ പരിശോധിക്കുക, വല്ല നാണവുമാനുള്ള മനുഷ്യന്മാരാണ് ആ പണി നടക്കണം അല്ല. അതുകൊണ്ട് നമ്മുടെ നാണം നഷ്ടപ്പെടുത്തുന്ന, തഖ്വയില്ലാതാക്കുന്ന, ഖുർആനിന്റെ സിക്റിൽ നിന്ന് നമ്മെ അകറ്റുന്ന അങ്ങനെയുള്ള ഗുരുതരമായ ഒരു തിന്മയാണ് മ്യൂസിക്. മ്യൂസിക്കിനെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, ഖുർആനെ സ്നേഹിക്കുക, ഖുർആൻ പഠിക്കുക, അതിന്റെ നന്നായി താളത്തിൽ തന്നെ ഓതാൻ പഠിക്കുക, തജ്വീദ് നിയമങ്ങൾക്കനുസരിച്ച് നിരന്തരമായി പാലിക്കുകയും അതിന്റെ അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ ആനന്ദം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ മ്യൂസിക്കിന്റെ റിംഗ് ടോണും ഡയൽ ടോണും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. മ്യൂസിക് ഉള്ളയിടത്ത് ഷെയ്ത്താൻ ഉണ്ടാവും, ഷെയ്ത്താനുള്ളടത്ത് മലക്കൾ ഉണ്ടാവില്ല. മലക്കുകളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മളൊരു ഇൽമിന്റെ ശാസ്ത്രത്തിലാണ്. ഇവിടെ നമ്മുടെ കൂടെ തന്നെ നമുക്ക് ചിറക് വിരിച്ച ആരുമുണ്ട്? മലക്കുകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ നീയത്തനുസരിച്ച് ആ മലക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ നല്ലൊരു മ്യൂസിക് ഒക്കെ വെച്ചൊരു പാട്ടും കൂടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ള പരിപാടി, കുട്ടികളൊക്കെ അല്ലേ, ക്യാമ്പസ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നെങ്കിൽ ഇവിടെ മലക്കൾ ഇറങ്ങൂല. അപ്പൊ മ്യൂസിക് ഉള്ളിടത്ത് മലക്കുകൾ വരില്ല, അവിടെ ശൈത്താൻ ആധിപത്യം വരും. ശൈത്താൻ ആധിപത്യം വരുത്തി നമ്മുടെ മനസ്സിനും അതിനനുസരിച്ചുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ തഖ്വ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്നും തഖ്വയിൽ നിന്നും പരലോകബോധത്തിൽ നിന്നും കളയുമെന്നുള്ളത് കൊണ്ടാണ് മ്യൂസിക്. കൃത്യമായ കാരണമുണ്ട്. ഖുർആനെ സ്നേഹിക്കുക നമ്മുടെ ജീവിതം അടുത്ത സെക്കൻഡിൽ തീരാനുള്ളതാണ്. ഈ ഹൃദയമിടിപ്പ് നിലച്ചു പോകാനുള്ളതാണ്.
ഇത് കഴിഞ്ഞാൽ ഉള്ള യഥാർത്ഥ ജീവിതത്തെ പറ്റിയുള്ള ബോധം നഷ്ടപ്പെടുത്താൻ മാത്രമേ. അത് എന്തുകൊണ്ടാണ് മ്യൂസിക് തെറ്റാണ് എന്ന കാര്യത്തിൽ ചോദിച്ചാൽ തർക്കമൊന്നുമില്ല. എന്താണ് അതിന്റെ പശ്ചാത്തലം? ഇത്രയും കാര്യങ്ങളാണ്. ഈ മ്യൂസിക്കിന്റെ വിഷയത്തിൽ മാത്രമല്ല, അതുപോലെ സ്ത്രീകളും ആണും പെണ്ണും കൂടിക്കലർന്ന വിഷയത്തിൽ സൗഹൃദം, ചാറ്റിങ്, അതുപോലെ ഈ മെസ്സേജ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏർപ്പാടുകളുണ്ടല്ലോ. അന്യ സ്ത്രീകൾ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ക്യാമ്പസിലൊക്കെ വളർന്നു വരികയാണ്. ഒരൊറ്റ രംഗം ഇന്നലെ വൈകുന്നേരം ഞങ്ങളിവിടെ ഒരു സംഘം ഒരുമിച്ചിരുന്ന് കണ്ട രംഗമുണ്ട്. ഈ എക്സ്പോ നടക്കുമ്പോൾ ഒരു പയ്യൻ ഇവിടെ തൊട്ടടുത്ത് വിദ്യാലയത്തിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടി ഇവിടെ പരിസരത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പയ്യൻ വന്ന് ഞങ്ങളെ മുന്നിലാണ് കരഞ്ഞു. ഈ എക്സ്പോ കുറച്ച് വാചകങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ആ വാചകങ്ങൾ മാത്രം വായിച്ചിട്ട് ഒരു +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ കരഞ്ഞിട്ട് പറയാണ്, ഈ കഴിഞ്ഞ 3 കൊല്ലത്തെ ജീവിതം. +2 പഠിക്കുന്ന കുട്ടി. അപ്പൊ 3 കൊല്ലത്തെ ജീവിതം പറഞ്ഞാൽ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2. അവൻ പറയാണ്, ഈ 3 കൊല്ലത്തിന്റെ ഇടക്ക് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം ഞാൻ ആദ്യമായിട്ട് ടൂർ പോകുമ്പോൾ കള്ളു കുടിച്ചു. ഒരുപാടൊന്നും കുടിച്ചിട്ടില്ല, എന്നാലും പറയാനായാലും ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഒരു പെൺകുട്ടി എന്നോട് സ്നേഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്നേഹിക്കാന്ന് പറഞ്ഞു. അതിന്റെ രസം കണ്ടപ്പോൾ ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. പിന്നെ കുറച്ചൊരു പോയപ്പോൾ ഇപ്പം എനിക്ക് 3 പെൺകുട്ടികൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ രസം അറിഞ്ഞിട്ട് എന്നാൽ ഫോൺ ചെയ്യും, വർത്താനം പറയൊക്കെ ഹരണ്ടല്ലോ. പിന്നെ കോളേജിൽ വരുമ്പോഴും ക്ലാസ്സിൽ അധ്യാപകന്മാർ വരുന്നവരൊന്നും മുട്ടാം തട്ടാം, അവർക്ക് തടസ്സമല്ല. അവർ ഇങ്ങോട്ടും തട്ടും, ഞങ്ങൾ അങ്ങോട്ടും തട്ടും. അങ്ങനെ അധ്യാപകർ വരുന്നവരെ എങ്ങനെയൊക്കെ ഇരിക്കാം. പിന്നെ ഞാൻ കിടക്കിടക്ക് ഇങ്ങനെ ടൂർ പോകാനും ട്രീറ്റുകൾ നൽകിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പിന്നെ ഈ പാർലറുകളിൽ, ഐസ്ക്രീം പാർലറിലൊക്കെ ഇരിക്കാനൊക്കെ രസമാണ്. ക്യാമ്പസ് വിട്ട ഉടനെ ഞങ്ങൾ പോകും. എന്നിട്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് 5-5:30 ആയിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഞങ്ങൾ തൊട്ട് വർത്താനം പറയും, ഒരുമിച്ചിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ സൗകര്യപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമക്കൊക്കെ പോകും. ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു കുട്ടി, ഒരു ആൺകുട്ടി. അപ്പോൾ എത്ര പെൺകുട്ടികൾ ഇതിന് സഹകരിക്കണം? മുസ്ലിങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലൊരു കുട്ടിയാണ് ഈ മലപ്പുറം ജില്ലയിലെ. ആ കുട്ടി കരഞ്ഞു. നരകത്തെ പറ്റിയുള്ള വാചകങ്ങളൊക്കെ കണ്ടുവന്നിട്ട് കരഞ്ഞു. എനിക്ക് എങ്ങനെ തോന്നണം, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തിരുത്തണം, എന്താ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയായിട്ട് എക്സ്പോയിലും കൊണ്ടുവരും, സമ്മേളനത്തിന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടൊക്കെ അവൻ പോയി. ഇത് സത്യത്തിൽ നിങ്ങൾ നമ്മളെക്കാൾ ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്ന ഈ ജീവിതത്തിന് ശേഷം സ്വർഗം വേണം. നമുക്കല്ല, നമ്മുടെ കൂട്ടുകാർക്ക്. അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ദഅവത്ത്, നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്ന സദസ്സ് MSM നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇഖ്റ മുതൽ പ്രോഫ്കോൺ വരെയുള്ള അതിന്റെ വ്യത്യസ്തങ്ങളായ സംരംഭം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. അങ്ങനെ ഒരു നേരായ ഈ സലഫി രീതി അനുസരിച്ചുകൊണ്ട് ശരിയായ വ്യാഖ്യാനങ്ങളിലൂടെ ഖുർആനും സുന്നത്തും, ദുനിയാവൊന്നും ഇവിടെ അല്ല. ഇവിടെ പാർട്ടിയോ തെരഞ്ഞെടുപ്പോ ഒന്നും ഇവിടെ അജണ്ടയല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിലെത്താനുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ഈ മോശമായ പെരുമാറ്റമായിട്ട് നടക്കുന്ന നേരത്ത് അവരുടെ ശരീരത്തിൽ തീ ഇങ്ങനെ വെന്തുരുകുന്നതിനെ പറ്റി നമ്മളൊന്ന് കാണും. നരകത്തിന്റെ തീ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രയത്നത്തിന് ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പിരിയുക. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പുറത്ത് വ്യത്യസ്ത സെഷനുകളുടെ പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലുണ്ട്.